നമസ്കാരം. വനിതാ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ചോദ്യങ്ങളും മുൻവർഷങ്ങളിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ അടുത്ത വീഡിയോയിൽ ഏത് സബ്ജക്റ്റാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. സംസ്കൃത ഭാഷയിൽ നിന്ന് മലയാള ഭാഷയിലേക്ക് ഏറ്റവും കൂടുതൽ തവണ പരിഭാഷപ്പെടുത്തിയ കൃതി തന്നിരിക്കുന്നതിൽ ഏതാണ്? ശരിയുത്തരം അഭിജ്ഞാന ശാകുന്തളം. താഴെ പറയുന്നതിൽ തെറ്റില്ലാത്ത വാക്യം ഏത്? ശരിയുത്തരം ഓരോ വ്യക്തിയും ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. താഴെ പറയുന്നവയിൽ റീചാർജ് ചെയ്യാൻ സാധിക്കാത്ത ഒരു പ്രൈമറി സെല്ലിന് ഉദാഹരണം ഏതാണ്? ശരിയുത്തരം ലെക്ലാൻഷ്യ സെൽ. ആൽഫ ന്യൂമെറിക് ഡാറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ഏത്? ശരിയുത്തരം കീബോർഡ്. കോപ്പർ, സിങ്ക് എന്നിവ ചേർന്നുണ്ടാകുന്ന ലോഹസങ്കരം ഏതാണ്? ശരിയുത്തരം ബ്രാസ്. അഡിഷൻ പോളിമറൈസേഷന്റെ ഘട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ശരിയുത്തരം റിക്രിസ്റ്റലൈസേഷൻ. ധ്രുവങ്ങളിലെ ഉച്ചമർദ്ദ കേന്ദ്രത്തിൽ നിന്ന് ഭൂപോഷ്ണ മേഖലയിലേക്ക് വീശുന്ന ഹിമക്കാറ്റ് ഏതാണ്? ശരിയുത്തരം ധ്രുവീയ പൂർവ്വവാദങ്ങൾ. കാബൂളിൽ സ്ഥാപിതമായ ദ പ്രൊവിഷണൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുമായി ബന്ധമില്ലാത്ത വ്യക്തിത്വങ്ങളെ കണ്ടെത്തുക. ശരിയുത്തരം 1ഉം 4ഉം മാത്രം. വിവരാവകാശ നിയമത്തിന്റെ 2ാം ഷെഡ്യൂൾ പ്രകാരം താഴെ തന്നിരിക്കുന്നവയിൽ ഏതിനെല്ലാമാണ് വിവരാവകാശ നിയമം ബാധകമല്ലാത്തത്? എ. ഇന്റലിജൻസ് ബ്യൂറോ. ബി. RAWC ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്. ഡി. ഏവിയേഷൻ റിസർച്ച് സെന്റർ. ശരിയുത്തരം ABCD എന്നിവയ്ക്ക്. തന്നിരിക്കുന്നവയിൽ ഏതൊക്കെ ജോഡികൾ ശരിയായി പൊരുത്തപ്പെടുന്നു? ശരിയുത്തരം 1ഉം 3ഉം ശരി. ലംഘിക്കാനാവാത്തത് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ഒറ്റപ്പദം ഏതാണ്? ശരിയുത്തരം അലംഘനീയം. തന്നിരിക്കുന്നവയിൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഏതെല്ലാം? 1. ഇന്റർനെറ്റ്. 2. ATM ശൃംഖല. 3. ഗവൺമെന്റ് നെറ്റ്വർക്ക് ശൃംഖല. ശരിയുത്തരം 1, 2, 3 എന്നിവ. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ആസിഡ്? ശരിയുത്തരം HCl. ശരിയായ പദം കണ്ടെത്തുക. ശരിയുത്തരം നികുഞ്ചം. കൃതജ്ഞത എന്ന പദത്തിന്റെ വിപരീതം ഏതാണ്? ശരിയുത്തരം കൃതജ്ഞത. എണ്ണ ശുദ്ധീകരണത്തിനും മലിനജല സംസ്കരണത്തിനും ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ശരിയുത്തരം സൾഫ്യൂരിക് ആസിഡ്. 1 കിലോഗ്രാം സോൾവെന്റിൽ അടങ്ങിയിരിക്കുന്ന സൊല്യൂട്ടിന്റെ മോളുകളുടെ എണ്ണം? ശരിയുത്തരം മൊളാലിറ്റി. ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച ഭരണഘടനാ വകുപ്പ് ഏതാണ്? ശരിയുത്തരം ആർട്ടിക്കിൾ 32. ലോകത്തിലെ ഏറ്റവും പഴയ ഇലക്ട്രോണിക് വാർത്താ ഏജൻസി ഏതാണ്? ശരിയുത്തരം റോയിട്ടേഴ്സ്. ത്രഷോൾഡ് എന്ന കോഡ് നാമമുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത്?
ശരിയുത്തരം വിൻഡോസ് 10. സംഘകാല കൃതികളിൽ കൂടുതൽ പാട്ടുകൾ രചിച്ചത് ആരാണ്? ശരിയുത്തരം ഔവയാർ. പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. 1. തുലാം 10 സമരം എന്നറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരമാണ്. 2. പുന്നപ്ര വയലാർ സമരം നടന്നത് 1946 ഒക്ടോബർ 12 മുതൽ 22 വരെയാണ്. 3. പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലെ കളർകോടാണ്. 4. പുന്നപ്ര വയലാർ സമരം പശ്ചാത്തലമാക്കി തകഴി ശിവശങ്കരപിള്ള രചിച്ച നോവലാണ് ഉലക. ശരിയുത്തരം 1 ഉം 3 പ്രസ്താവനകൾ. കൽക്കട്ട സർവകലാശാലയിൽ നിന്ന് പണ്ഡിത സരസ്വതി എന്നീ പദവികൾ ലഭിച്ച ആദ്യ വനിത ആരാണ്? ശരിയുത്തരം പണ്ഡിത രമാബായി. അമ്ലമഴയ്ക്ക് കാരണമാകുന്നത് ഏത് വാതകമാണ്? ശരിയുത്തരം സൾഫർ ഡൈ ഓക്സൈഡ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം ഏത് കൃതിയിൽ നിന്നാണ് എടുത്തത്? ശരിയുത്തരം ആനന്ദമഠം. IWAI അഥവാ ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപീകരിച്ചത് എന്ന്? ശരിയുത്തരം 1986 ഒക്ടോബർ 27. ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടു തന്നിരിക്കുന്ന പ്രസ്താവനകളെ വിലയിരുത്തുക. 1. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ്. 2. ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ ആദ്യം ലോഡ് ചെയ്യപ്പെടുന്ന പ്രോഗ്രാമുകളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. 3. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സ്ഥാപകർ മൈക്രോസോഫ്റ്റ് ആണ്. ശരിയുത്തരം എല്ലാം ശരിയാണ്. പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം ഏതാണ്? ശരിയുത്തരം മഞ്ഞ. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കുമെന്ന് പ്രസ്താവിക്കുന്ന നിയമം ഏതാണ്? ശരിയുത്തരം ബോയിൽ നിയമം. മാക്രോ ഇക്കണോമിക്സിന്റെ അതായത് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ശരിയുത്തരം ജെയിംസ് കെയ്ൻസ്. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റേത്? ശരിയുത്തരം 5ാം വകുപ്പ് വിവരാവകാശ അപേക്ഷ നൽകുന്നതിനെക്കുറിച്ച് പറയുന്നു. ഗാന്ധിജി കൈസർ ഈ ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷ് സർക്കാരിന് തിരിച്ചു നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ്? ശരിയുത്തരം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. തന്നിരിക്കുന്നവയിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ ഏതെല്ലാം? എ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ബി. സ്പ്രെഡ്ഷീറ്റ്. സി. വെബ് ബ്രൗസറുകൾ. ഡി. ലിങ്കർ. എഫ്. ഡിവൈസ് ഡ്രൈവറുകൾ. ശരിയുത്തരം ADF എന്നിവ. താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? ശരിയുത്തരം കനിഷ്ഠൻ. സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് ആര്? ശരിയുത്തരം വക്കം അബ്ദുൽ ഖാദർ മൗലവി. കളഞ്ഞു എന്ന പദം കളയുക എന്ന ക്രിയാർത്ഥത്തിലല്ലാതെ പ്രയോഗിച്ചത് താഴെ പറയുന്നവയിൽ ഏതിലാണ്? ശരിയുത്തരം ഓടിക്കളഞ്ഞു. PVC-യുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1. പോളിവിനൈൽ ക്ലോറൈഡ് ഒരു കൃത്രിമ പോളിമറാണ്. 2. തീ പിടിക്കുമ്പോൾ വിഷവാതകങ്ങൾ പുറപ്പെടുവിക്കുന്നു. 3. വിനൈൽ ക്ലോറൈഡ് മോണോമറുകളുടെ പോളിമറൈസേഷൻ വഴിയാണ് PVC ഉണ്ടാക്കുന്നത്. 4. പോളിവിനൈൽ ക്ലോറൈഡ് കണ്ടുപിടിച്ചത് ജർമ്മൻ രസതന്ത്രജ്ഞനായ യൂജിൻ ബൗമനാണ്.
ശരിയുത്തരം 1 2 3 4. താഴ്ന്ന താപനിലയിൽ ഉരുകാത്ത ലോഹം ഏതാണ്? ശരിയുത്തരം സോഡിയം. പങ്കാളിത്ത സാമ്പത്തികത്തിലൂടെ സുസ്ഥിരവും തുല്യവുമായ കൃഷിയുടെയും ഗ്രാമീണ വികസനത്തിന്റെയും അഭിവൃദ്ധി ഉറപ്പാക്കാൻ പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനം ഏതാണ്? ശരിയുത്തരം നബാർഡ്. നവമെന്ന പദത്തിന്റെ നാനാർത്ഥം കാണിക്കുന്ന പദജോടി കണ്ടെത്തുക. ശരിയുത്തരം പുതുമ 9. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ ഏത് സബ്ജക്റ്റാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് താഴെ കമന്റ് ചെയ്യുക. നന്ദി.